അസ്സൗമു ജുന്ന, നോമ്പ് പരിചയാണ്. എത്ര മനോഹരമായ ഉദാഹരണമാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. നോമ്പ് പരിച പോലെയാണ്. പുതിയ കുട്ടികൾക്കൊക്കെ അറിയില്ലേ പരിച? അത് പഴയ ഒരു ഉദാഹരണമാണ്. പരിച, ഒരു യുദ്ധക്കളത്തിലേക്ക് ഒരു യോദ്ധാവ് ഇറങ്ങുമ്പോൾ അയാളുടെ കയ്യിൽ രണ്ട് സാധനമുണ്ടാകും. വലത്തെ കയ്യിൽ വാളുണ്ടാകും, ഇടത്തെ കയ്യിൽ പരിചയുണ്ടാകും. ഇത് രണ്ടുമായിട്ട് വേണം ഇറങ്ങാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ദുആ വിശ്വാസിയുടെ ആയുധമാണ്, വാളാണ്. ദുആയാകുന്ന വാള് നിങ്ങളുടെ വലത്തെ കയ്യിൽ വേണം. കാരണം വാളില്ലാതെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾ എളുപ്പം പരാജയപ്പെടും, ശത്രുവിൻ്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വരും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ ആരെയാ പരാജയപ്പെടുത്തേണ്ടത്? അമുസ്ലിങ്ങളെയാണോ? അല്ല, നമ്മൾ പരാജയപ്പെടുത്തുന്നത് നമ്മളെയാണ്, നമ്മുടെ നഫ്സിനെയാണ്. പിശാചിനെതിരെയുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് ദുആ ചെയ്യാൻ മടിക്കല്ലേ. ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ദുആയുടെ ഓരോ വാക്കുകളും മുറിവായി വെട്ടായി കൊള്ളുന്നത് പിശാചിനെയാണ്, ശൈത്താനെയാണ്, മനസ്സിനെതിരെയുള്ള തോന്നലുകൾക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദുആ നന്നായി ചെയ്യണം. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ദുആ വിശ്വാസിയുടെ ആയുധമാണ്, വാളാണ്. ദുആ ഇല്ലാതെ ആരും യുദ്ധക്കളത്തിലേക്ക്, ജീവിതമാകുന്ന പോരാട്ട ഭൂമിയിലേക്ക് വിശ്വാസികളെ, ഈ ആയുധമാകുന്ന ദുആ ഇല്ലാതെ നിങ്ങൾ ഇറങ്ങരുത്. അപ്പോൾ ഒരു കയ്യിൽ സിലാഹ്, ഈ ആയുധം, മറ്റേ കയ്യിൽ എന്ത് വേണം? ആയുധം എന്തിനാ? ശത്രുവിനെ നിരന്തരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കാനാണ് ഈ ആയുധമെങ്കിൽ ഈ കയ്യിൽ എന്താ? പരിചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു ജുന്ന, അസ്സൗമു ജുന്ന, നോമ്പാണ് പരിച. നോമ്പ് പരിചയാണ്. പരിച എന്തിനാ? ശത്രുവിനെ പ്രതിരോധിക്കാനാണ്. ശത്രുവിന്റെ വെട്ടുകൾ നമ്മുടെ മേൽ കൊള്ളാൻ പാടില്ല. നോമ്പെടുത്താൽ പിശാചിന് നമ്മളെ തൊടാൻ പോലും പറ്റൂല. അതാണ് നോമ്പ്. നോമ്പ് പരിചയാണ്. പിശാചിന് തൊടാൻ കഴിയില്ല നിങ്ങളെ. നിങ്ങൾ ആത്മീയമായ പരിശുദ്ധ ഇസ്ലാം പറയുന്ന രീതിയിലുള്ള നോമ്പാണ് നമ്മൾ അനുഷ്ഠിക്കുന്നതെങ്കിൽ ഒരു പരിചയേന്തിയ യോദ്ധാവിനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.